ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സരയു ആണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. സത്യാവസ്ഥയൊക്കെ സരയുവിനെ മനസ്സിലായി. അങ്ങനെ മനോഹറിനെയും കൂട്ടിക്കൊണ്ട് സരയു തിരിച്ചു പോകാൻ വേണ്ടി പോകുമ്പോൾ മനോഹർ പറഞ്ഞു, എനിക്കൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്. സാറിലെ മനുവേട്ട, ഞാൻ മനുവേട്ടനെ എവിടെയാ പോകണമെന്ന് വെച്ചാൽ ആ ഹോട്ടലിൽ മുമ്പിൽ കൊണ്ടാക്കാം. അല്ല മനുവേട്ടൻ ഏത് ഹോട്ടലിലാണ് ഇറങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മനു ആകെ പെട്ടുപോവുകയാണ്. അങ്ങനെ മനു ഒരു അടുത്തുള്ള ഹോട്ടലിലെ പേരിങ്ങനെ പറയാണ്. ശരി, അങ്ങോട്ടേക്കല്ലേ പോകേണ്ടത്? ഡ്രൈവറിനോട് പറയുന്നുണ്ട്, അതെ ആ ഹോട്ടലിലേക്ക് ഒന്ന് വണ്ടി നിർത്തണം എന്ന് പറയാണ്. ശേഷം മനോഹർ, ഈശ്വരി ഇവിടെ അങ്ങനെ ഹോട്ടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു കാര്യങ്ങൾ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടത്. സരയോ മനസ്സിൽ വിചാരിക്കുന്ന വേറൊന്നാട്ടോ. ഇവനിട്ട് കുറച്ച് വട്ടം കറക്കണം. ഒരുപാട് പെണ്ണുങ്ങളിട്ട് വട്ടം കറക്കിയതല്ലേ, അതുകൊണ്ട് ഇവനിട്ടൊരു വട്ടം കറക്കണം. എന്തായാലും ഇപ്പൊ ഇവന്റെ കൂടെ ഹോട്ടലിലേക്ക് ഇറങ്ങണ കാര്യം പറയണ്ട. പക്ഷെ ഇനി ഇവൻ പോണ സ്ഥലത്തൊക്കെ പോയിട്ട് സർപ്രൈസ് ആയിട്ട് പോയി നിൽക്കണം എന്ന് സരയും തീരുമാനിക്കണം. അങ്ങനെ മനോഹർ നേരത്തെ ആ ഹോട്ടൽ മുമ്പിലെത്തുമ്പോഴേക്കും മോളു, ഇതാ ഹോട്ടൽ, ഞാനെന്നാ പോയിക്കോളാം. മോള് പോയിക്കോ. അതെന്താ മനുവേട്ടെ, ഞാൻ കയറിയതിലും കുഴപ്പമുണ്ടോ? അതല്ല മോളു, കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മുടെ അമ്മയില്ലേ കൂടെ, എന്റെ വളർത്തമ്മ. നമ്മൾ നോക്കണ പോലെ ആകും മോളു. നമ്മുടെ മോളെ വേറെ ആരെയും നോക്കിയാ, പ്രത്യേകിച്ച് എന്റെ വളർത്തമ്മയും കൂട്ടാ. അതുകൊണ്ട് ആ കുഞ്ഞിനോട് വലിയ സിമ്പതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്നെ അവർക്കിപ്പോ കണ്ടൂടല്ലോ. എന്തായാലും ഞാൻ പോകാൻ മനുവേട്ടെ, എനിക്കും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റന്നാൾ അമേരിക്കക്ക് പോവാണല്ലോ. അതെ നമ്മൾ അമേരിക്കക്ക് പോവാണ്. അതുകൊണ്ട് എനിക്കും പർച്ചേസ് ഒക്കെ ഉണ്ട്. എന്താ മനുവേട്ടൻ പോയിക്കോ, ഞാൻ പോയിക്കോളാം എന്ന് സരയു പറയാണ്. അങ്ങനെ മനു, ശരി മോളു, ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഉള്ളിൽ കയറുന്ന പോലെ കാണിക്കാട്ടോ. സരയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ മനുവിന്റെ അടുത്ത് അടുത്ത റിസപ്ഷനിസ്റ്റ് ചോദിക്കണ്ടേ, അല്ല എന്താ കാര്യം? അതെ, വലിഞ്ഞു കയറി വരാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. അയ്യോ ഞാൻ അറിയാതെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിടെ തടി തപ്പുവാട്ടോ. നേരെ പറഞ്ഞ മരിയയുടെ അടുത്തേക്കാണ്. അപ്പൊ മരിയ ചോദിക്കണ്ടേ, എന്താ മനോഹർ ഇത് ആകെ ഒരു ചുറ്റിക്കളിയാണല്ലോ, എനിക്കിതൊക്കെ കണ്ടിട്ട് എന്തോ ഒട്ടും ദഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അയ്യോ മോളു, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അറിയാലോ. എന്റെ അച്ഛന് ഡയമണ്ടിന്റെ ബിസിനസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണിയാ തീരത്തെ കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. അപ്പോ അമ്മാവന്മാരുടെ മക്കളും ബന്ധുക്കളുടെ മക്കളൊക്കെ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കാണ്. പിന്നെ എനിക്ക് കല്യാണപ്രായവും കഴിഞ്ഞല്ലോ, 10-12 വയസ്സായല്ലോ മോളു. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമാണെന്നേ. അതുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയാലേ എന്നാ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. എന്നാലും മനോഹറിന്റെ കൂടെ കുറച്ചു നേരം എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കാന്ന് വെച്ചാൽ അപ്പൊ ഒരു അമ്മാവന്റെ മക്കള്, അതുപോലെ തന്നെ കസിൻസ്, അമ്മാവൻ, ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങനത്തെ ഒരു ശല്യം ഉണ്ടാവില്ല മോളു എന്ന് പറയാണ്. എന്തായാലും നമ്മൾ മറ്റന്നാളെ പോകുവാണല്ലോ. അതെ മറ്റന്നാളെ പോവാണ്. ഏതായാലും അമേരിക്കയിൽ ഇങ്ങനെ വലിയ ശല്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവിടെ ആരും ശല്യം കണ്ട, എന്റെ 2-3 കസിൻസ് ഉണ്ട്, പക്ഷെ അവർ ഇവരെ പോലെ നല്ല സ്റ്റാൻഡേർഡ് ആണ്. എന്നാലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവർക്ക് ഫോട്ടോ ഒക്കെ അയച്ചെടുക്കുമ്പോ പിന്നെ ഇവര് ശല്യമൊന്നും ചെയ്യില്ല മോളു എന്ന് പറയാണ്. എന്തായാലും മനോഹറിനെ എനിക്കിങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, എന്ത് ചുറ്റിക്കളിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മോളു അങ്ങനെയൊന്നും വിചാരിക്കല്ലേ എന്ന് മനോഹർ പറയുന്നുണ്ട്. മനോഹർ മനസ്സിൽ വിചാരിക്കണേ, ഈശ്വര ഇവൾക്ക് ഇത്ര പെട്ടെന്ന് സംശയം കയറി തുടങ്ങിയോ, അമേരിക്ക യാത്ര കുളമാവോ, ഇനി ആ സരയുവിന് ഡീൽ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കെയർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ അമേരിക്ക യാത്ര തന്നെ മുടക്കും. എത്ര പെട്ടെന്ന് മറ്റന്നാളൊന്നും ആയാൽ മതി, അമേരിക്കയിൽ പോയാൽ മതി എന്നൊക്കെ മനോഹർ വിചാരിക്കുകയാണ്. അതേസമയം സരി വീട്ടിലെത്തിക്കുമ്പോൾ ഷാരി ചോദിക്കേണ്ട, എല്ലാ മോളെ നീ എങ്ങോട്ടേക്കാണ് പോയത്? നീ ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലോ, നിനക്കെന്താ അവനെ ഇപ്പോഴും സംശയമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരെ? അല്ല നിന്റെ ഭർത്താവിന്. എനിക്ക് എന്റെ ഭർത്താവിന് ഒരു സംശയമില്ല. നിങ്ങളെപ്പോലെ അല്ല ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് സംശയിക്കും, കാരണം നിങ്ങളുടെ ഭർത്താവ് വഴിതെറ്റി പോയതാണല്ലോ, അതായത് എന്റെ അച്ഛൻ. പക്ഷെ എന്റെ മനുവേട്ടൻ അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കറിയാം. മോളെ നീ ഇത് കാര്യമായിട്ടാണ് പറഞ്ഞത്, അത് തമാശക്കാണോ പറഞ്ഞത്? എന്താ ഞാൻ പറയുമ്പോ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ ദിവസം എനിക്ക് മനോഹറിനെ സംശയമുള്ള പോലെ തോന്നി, പക്ഷെ ഇപ്പൊ നീ മനോഹറിനെ കുറിച്ച് നല്ലതൊക്കെ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് എന്റെ മനുവേട്ടന് വിശ്വാസമാണ്. പിന്നെ നമ്മൾ മറ്റന്നാൾ അമേരിക്കയിൽ പോകാൻ പോവല്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ പുറത്തു വരെ പോവാ. അല്ല മോളെ നീ ഇപ്പൊ വന്നേലേ ഉള്ളൂ, അപ്പോഴേക്കും പുറത്തു പോകണം. അതെ എന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, മോളെ നന്നായിട്ട് നോക്കിയാൽ മതി. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ എന്റെ മോളെ നന്നായിട്ട് നോക്കണം. അല്ല നീ എവിടെ പോകുന്ന കാര്യമോ പറഞ്ഞത്? അമേരിക്കയിൽ പോകുന്ന കാര്യം എന്ന് പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിൽക്കണം. അപ്പൊ സരിയും മനസ്സിൽ വിചാരിക്കുകയാണ്, അമേരിക്കയിലൊന്നും അല്ല, ഞാൻ ചിലപ്പോ ആത്മഹത്യ തന്നെ ചെയ്തെന്ന് വരും, അപ്പൊ എന്റെ മോളെ നോക്കേണ്ട നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോവുകയാണ്. വേറെ ഒന്നിനല്ല, സരിയുടെ ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ആഭരണങ്ങൾ പണയം വെച്ചിട്ടോ വിറ്റിട്ട് തന്നെ ആ പൈസ കുറച്ച് മോളുടെ പേരിൽ ബാങ്കിലേക്ക് ഇടാൻ വേണ്ടി. കാരണം നാളെ സരുവിന് മാനസിക നില തെറ്റുകയോ അല്ലെങ്കിൽ സരു മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്റെ മോൾക്ക് ആരും ഇല്ലാതെ ആവരുത്. അതുകൊണ്ട് തന്നെ മോളുടെ പേരിൽ കുറച്ച് പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സരു പുറത്തേക്ക് പോകുന്നത് കേട്ടോ. പുറത്തേക്ക് പോണ സരി വീണ്ടും ആ മനോഹറല്ല മരിയ നിൽക്കണ ആ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ,
അവിടേക്ക് പോകുവാണ്. അപ്പൊ ആ റിസപ്ഷനിൽ ചോദിക്കണ്ടേ മരിയ മേഡം ഇവിടെ ഇല്ലേ? ആ ഉണ്ട് മേഡം എന്ന് പറയാണ്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. കാരണം അവിടെ മനോഹർ ഉണ്ടെന്ന് സരുവിന് അറിയാം. അത് ചുറ്റിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ സരു അങ്ങോട്ടേക്ക് പോണത്. വാതിൽ ബെല്ലടിക്കുമ്പോഴേക്കും മനോഹർ പറഞ്ഞു മോളു ആരാ നോക്കുന്നത് പറയാണ് മരിയ അടുത്ത്. മരിയ തുറന്നു നോക്കുമ്പോ സരു ആണ് കേട്ടോ. എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, ഫ്ലാറ്റ് മാറിപ്പോയതാ. എന്നെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത്? എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോ നോക്കാനൊക്കെ ഒന്ന് ഓർമ്മയുണ്ട് എന്ന് പറയാണ്. അല്ല നിങ്ങളിപ്പോ എന്തിനാ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഈ ഫ്ലാറ്റിൽ വരേണ്ട ഒരു ആവശ്യം അപ്പൊ വന്നേ ഉള്ളൂ എന്നൊക്കെ പറയണേ. ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റ് ഒന്ന് നോക്കിക്കോട്ടെ, നല്ല ഭംഗിയുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചേക്കണക്കാണ്, അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. മനോഹർ ആകെ പെട്ടുപോവാട്ടോ. വേഗം തന്നെ മനോഹർ ബാത്റൂമിനുള്ളിൽ കയറി നിൽക്കാണ്. സരുവിനെ മനസ്സിലായി ബാത്റൂമിൽ മനോഹർ ഉണ്ടെന്ന്. സരുക്കാണെങ്കിൽ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. സരു ഇങ്ങനെ പിടിച്ചു വെക്കാണ്. ഇങ്ങനെ സരു മനസ്സിൽ വിചാരിക്കണ്ടേ എന്തായാലും ഇവളായിട്ട് നാട് വിടാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. കാരണം നാട് വിട്ടുകഴിഞ്ഞാൽ നീ ഇത്രയും നാള് പറ്റിച്ച പെണ്ണുങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി ഞാൻ പകരം ചോദിക്കുന്ന ഒരു ഒറ്റ വാശിയിലായിട്ട് സരു. ശേഷം സരു മര്യാദ ചോദിക്കണല്ലോ നിങ്ങൾ മൊബൈൽ നമ്പർ എനിക്കൊന്ന് തരാവോ? എന്റെ മൊബൈൽ നമ്പർ ഞാനിതിന് നിങ്ങൾക്ക് തരേണ്ടത്, നിങ്ങൾക്ക് എന്നേക്ക് പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒരു മൊബൈൽ നമ്പർ തരാമോ, പിന്നെ മൊബൈൽ നമ്പർ തന്ന കാര്യം ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ശരി ശരി ഞാൻ തരാന്ന് വേണ്ടിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. അതിനുശേഷം സരു എവിടെ നിന്ന് പോകുന്നുണ്ട്. സരിയെ പോയിക്കുമ്പോൾ മനോഹർ ചോദിക്കണ്ടേ അല്ല അവൾ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയാണ്. മരിയും അങ്ങനെ പറയണമെന്നില്ല കേട്ടോ മൊബൈൽ നമ്പർ കൊടുത്ത കാര്യം. ശേഷം സരു മരിയനെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്, നിങ്ങൾ ഒരു ഒഴിവും പറയാൻ പാടില്ല, നിങ്ങൾ എന്നെ കാണാൻ വരുന്ന കാര്യം ആരോടും പറയരുത്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അല്ലേ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവയാളത്ത് പോലും നിങ്ങൾ പറയരുത്, ആർത്തും പറയാതെ വേണം എന്നെ വന്ന് കാണാനായിട്ടെന്ന് സരു പറയാണ്. അങ്ങനെ സരു മരിയനെ പോയി കാണുന്നുണ്ട്. മരിയുടെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സരുവിനെ പോലെ വില പൊട്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് മരിയൊക്കെ കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മനോഹറിന് സംശയവും കൂടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ മരിയ ഈ കാര്യം വിശ്വസിക്കുകയാണ്. അത് മാത്രമല്ല സരുയുടെ കയ്യിലുള്ള ആ തെളിവുകളൊക്കെ ഉണ്ടല്ലോ, നിഷേനെ കല്യാണം കഴിച്ച തെളിവ്, അതുപോലെ തന്നെ സരുവിനെ മനോഹർ കല്യാണം കഴിച്ച വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും, അതുപോലെ തന്നെ ജുബാന അങ്ങനെ കുറെ ഡോണയുടെ വിവാഹ പള്ളി വെച്ച് കഴിഞ്ഞ വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോസ് എല്ലാം തന്നെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ മരിയക്ക് വിശ്വാസമാവുന്നുണ്ട്. മരിയ അപ്പൊ പറയുന്നുണ്ട് ഇവൻ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇവനൊരു പണി കൊടുത്തേ പറ്റുന്ന പറയുമ്പോൾ സരു പറഞ്ഞു നീ ഒരു പണിയും കൊടുക്കണ്ട, നിനക്ക് നിന്റെ ജീവിതം തിരിച്ചു കിട്ടുമല്ലോ, എന്നെ പോലെ ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഞങ്ങളാണ് ഇവന് ശരിക്കും പണി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സരു എന്തായാലും മനോഹരമായിട്ട് പണി കൊടുക്കാൻ വേണ്ടി പോകുന്ന ഭാഗമായിട്ട് നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത്. പിന്നെ അത് മാത്രമല്ല വിക്രം പരോളിൽ ഇറങ്ങുന്ന ഭാഗവും വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിക്കും. പക്ഷെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല. ഇന്നലെ കാണിച്ച പ്രൊമോ നിങ്ങൾ കണ്ടതാണല്ലോ. സമയം നാളെ മുതൽ 6 മണിക്കാന്ന് പറയുന്ന പ്രൊമോ ആണ് കാണിച്ചത്. എന്തായാലും നാളെ 6 മണിക്കാണ് എപ്പിസോഡ്. 6:30 പ്രൊമോവും വരും. അപ്പൊ 6:30 പ്രൊമോ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് പ്രൊമോ ഇടുന്നതായിരിക്കും. 10 മണിക്ക് സീരിയലുള്ള 10 മണിക്ക് പ്രൊമോ തീരുന്ന സമയത്ത് എനിക്ക് ചില സമയത്ത് ഇടാൻ പറ്റാറില്ല. പക്ഷെ 6 മണിക്ക് ഇപ്പൊ സീരിയൽ ആയതുകൊണ്ട് തന്നെ പ്രൊമോവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നാളെ മുതൽ പിന്നെ തിങ്കൾ മുതൽ ശനി വരെയുണ്ട് എപ്പിസോഡ്സ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ എല്ലാം നല്ല ട്വിസ്റ്റ് നിറഞ്ഞ ഭാഗങ്ങളാണ്, ശത്രുക്കൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ഈ ബിഗ് ബോസ് കഴിഞ്ഞ വരെ ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും ഷെഡ്യൂള്. അപ്പൊ നമുക്ക് എന്തായാലും എനിക്ക് നല്ലൊരു സമയമായിട്ടാണ് തോന്നിയത്. കാരണം 9:30 സമയത്തിനേക്കാളും 6 മണിക്കത്തെ സമയമാണ് കുറച്ച് നല്ലതായിട്ട് തോന്നിയത്. വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല, വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.